അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 15ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. തദ്രീബാത്തളം നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുൽ ഖാമിസ് അഷർ 15ാമത്തെ പാഠം മിഫ്താഹുസ് സ്വലാത്ത്. മിഫ്താഹുസ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ താക്കോൽ എന്നാണ് അർത്ഥം. ക്ലാസ് തുടങ്ങി. കുട്ടികൾ ശ്രദ്ധയോടെ ഇരുന്നു. ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹൗലുൽ കൗസറിന് സമീപം ഞാൻ കാത്തിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ സ്വഹാബികൾ ചോദിക്കുകയാണ്, ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ. സ്വഹാബികൾ, അവരെ എങ്ങനെ അങ്ങ് തിരിച്ചറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വുളൂ കാരണം മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരാണവർ. അല്ലാഹു തആല നമ്മെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഉസ്താദ് പ്രാർത്ഥിച്ചു. ഉസ്താദെ, ഞാൻ വീട്ടിൽ നിന്ന് വുളൂ ചെയ്യാറുണ്ട്, ഫാത്തിമ പറഞ്ഞു. ഉസ്താദ്, അഹ്സൻത്. ഉസ്താദ് ചോദിക്കുകയാണ്, നമുക്ക് ഹൗലുൽ കൗസർ കുടിക്കേണ്ടേ? വേണം, എല്ലാവരും പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ വുളൂ ചെയ്യാൻ പഠിക്കാം. അടുത്ത പേജ് നോക്കൂ. ഉസ്താദും കുട്ടികളും ടാപ്പിനടുത്തേക്ക് പോയി. ഉസ്താദ് ഖിബ്ലയ്ക്ക് തിരിഞ്ഞു. വുളൂവിന്റെ സുന്നത്തുകൾ വീട്ടുന്നുവെന്ന് കരുതി. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുൻകൈ രണ്ടും കഴുകി. മിസ്വാക്ക് ചെയ്തു. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ഒപ്പം മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുകയും ചെയ്തു. കുട്ടികളെല്ലാവരും ഉസ്താദ് ചെയ്യുന്നത് ഉറ്റുനോക്കി. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉസ്താദ് മുഖം കഴുകി. വലത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി. ഇടത് കൈയും അപ്രകാരം കഴുകി. ശേഷം 2 കൈയും നനച്ച് തല മുഴുവൻ തടവി. പിന്നീട് 2 കൈകളും നനച്ച് ചെവികൾ ഉള്ളും പുറവും തടവി. ശേഷം വലത് കാലും പിന്നെ ഇടത് കാലും നിര്യാണിക്ക് മുകളിൽ കയറ്റി കഴുകി. എല്ലാം 3 തവണ വീതം ചെയ്തു. ശേഷം ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ഉസ്താദ് ദുആ ചെയ്തു. ഇതുപോലെയാണ് വുളൂ ചെയ്യേണ്ടത്, ഉസ്താദ് പറഞ്ഞു. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മിഫ്താഹുസ് സ്വലാത്തിൽ വുളൂ. ഇതിന്റെ അർത്ഥം നിസ്കാരത്തിന്റെ താക്കോലാണ് വുളൂ. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നക്തഷ്ഫു വനക്തുബ്, കണ്ടെത്തി എഴുതണം. 1. വുളൂയിൽ കഴുകേണ്ട അവയവങ്ങൾ. ഉത്തരം: മുൻകൈ രണ്ടും, വായ, മൂക്ക്, മുഖം, 2 കൈകൾ മുട്ടുവരെ, 2 കാലുകൾ നിര്യാണി ഉൾപ്പെടെ. 2. വുളൂയിൽ തടവേണ്ട അവയവങ്ങൾ. ഉത്തരം: തല മുഴുവനും, 2 ചെവികളും ഉള്ളും പുറവും. 3. വുളൂഇന് നിയ്യത്ത് ചെയ്യണം. എങ്ങനെ? ഉത്തരം: നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുലാഹിലു വുളൂ അൽ ഉസ്താദ്. വുളൂ ചെയ്ത് കാണിക്കുക. ഉസ്താദ് എങ്ങനെയാണ് വുളൂ ചെയ്യുന്നത്? അത് കൂട്ടുകാർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ ഉസ്താദിനോട് ചോദിച്ച് ഇത് ചെയ്യുക. ഉസ്താദ് ഖിബ്ലയ്ക്ക് തിരിഞ്ഞു. വുളൂവിന്റെ സുന്നത്തുകൾ വീട്ടുന്നുവെന്ന് കരുതി. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുൻകൈ രണ്ടും കഴുകി. മിസ്വാക്ക് ചെയ്തു. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ഒപ്പം
മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുകയും ചെയ്തു. നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഉസ്താദ് മുഖം കഴുകി. വലത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി. ഇടത് കൈയും അപ്രകാരം കഴുകി. ശേഷം 2 കൈയും നനച്ച് തല മുഴുവൻ തടവി. പിന്നീട് 2 കൈകളും നനച്ച് ചെവികൾ ഉള്ളും പുറവും തടവി. ശേഷം വലത് കാലും പിന്നെ ഇടത് കാലും നിര്യാണിക്ക് മുകളിൽ കയറ്റി കഴുകി. എല്ലാം 3 തവണ വീതം ചെയ്തു. ശേഷം ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ഉസ്താദ് ദുആ ചെയ്തു. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നസ്അലുൽ ഉസ്താദ് വനക്തുബ്. ഇത് ഉസ്താദിനോട് ചോദിച്ച് എഴുതാനുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. 1. ഹൗലുൽ കൗസർ. നമുക്ക് ആ ബ്രാക്കറ്റിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ സ്വർഗീയ തടാകം എന്ന് എഴുതാം. 2. സ്വഹാബികൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരരാണ്. നമുക്ക് ആ ബ്രാക്കറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരർ എന്ന് എഴുതാം. 3. ഖിബ്ല, പരിശുദ്ധ കഅബ. 4. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല് തേക്കുക എന്ന് ആ ബ്രാക്കറ്റിൽ എഴുതുക. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നുറത്തിബ് അഅ്മാലുൽ വുളൂ. വുളൂവിന്റെ അമലുകൾ ക്രമം തെറ്റാതെ എഴുതണം. 1. ഖിബ്ലയ്ക്ക് തിരിഞ്ഞു നിന്നോ. ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. 2. വുളൂവിന്റെ സുന്നത്തിനെ വീട്ടുന്നുവെന്ന് കരുതി. 3. അഊദുവും ബിസ്മിയും ചൊല്ലി. 4. മുൻകൈ 2ഉം കഴുകി. 5. മിസ്വാക്ക് ചെയ്തു. 6. വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി പിഴിയുകയും ചെയ്തു. 7. നിയ്യത്തോടെ മുഖം കഴുകി. 8. വലത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി. 9. ഇടത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി. 10. 2 കൈയും നനച്ച് തല മുഴുവൻ തടവി. 11. 2 കൈകളും നനച്ച് 2 ചെവികൾ ഉള്ളും പുറവും തടവി. 12. വലത് കാൽ നിര്യാണിക്ക് മുകളിൽ കയറ്റി കഴുകി. 13. ഇടത് കാൽ നിര്യാണിക്ക് മുകളിൽ കയറ്റി കഴുകി. 14. ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ദുആ ചെയ്തു. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.